കുട്ടികളൊക്കെ പറയുന്ന ഒരു പ്രശ്നമാണ് ഈ കൈയിൻ്റെ എസ്പെഷ്യലി റിസ്റ്റിൻ്റെ ഭാഗം വേദന. എന്തെങ്കിലും ഒരു എഴുതുന്ന സമയത്തായാലും നമുക്ക് ഒരു പെയിൻ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്വെല്ലിംഗ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു നീർക്കെട്ട് പോലെ അനുഭവപ്പെടുക. അതേപോലെ പ്രായമായിട്ടുള്ള ആളുകൾ പറയാറുണ്ട് കഴുത്തിൽ നിന്ന് വേദന കൈകളിലോട്ടൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഒരു സാധനം എടുക്കാൻ പറ്റുന്നില്ല, കൈകൾ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്തായാലും ഈ ഒരു മസിൽസിൻ്റെ ഭാഗത്ത് ഭയങ്കര പെയിൻ ഫീലിംഗ്. ആ ഒരു സെൻസേഷൻസ് ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പേഷ്യൻസ് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ കഴുത്ത് വേദന അല്ലെങ്കിൽ കഴുത്ത് വേദന കൈകളിലോട്ടും മറ്റുള്ള ഭാഗങ്ങളിലേക്കൊക്കെ വ്യാപിക്കുന്നതിൻ്റെ കാരണങ്ങളും അതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ക്യൂൻബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതി ഫിസിഷ്യനാണ്. നമ്മുടെ ശരീരത്തിൽ കശേരുക്കൾ എന്ന് പറയുന്നത് 33 കശേരുക്കളാണ്. ഈ കഴുത്തിൻ്റെ ഭാഗത്ത് സെർവൈക്കൽ റീജിയൺ എന്ന് പറയുന്നത് 7 കശേരുക്കൾ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിലൂടെ ഒരുപാട് നാഡികൾ, പേശികൾ, മസിൽസ്, ടെൻഡൻസ്, ലിഗമെൻറ്റ്സ് ഒക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പം ഈ കഴുത്ത് വേദന എന്ന് പറയുമ്പം ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സ്ട്രക്ചേഴ്സ്, അതിപ്പോൾ പേശികൾക്കാവാം, നാഡികൾക്കാവാം, ഇതിനൊക്കെ എന്തെങ്കിലും ഒരു എക്സ്റ്റേണലി ഒരു ഇഞ്ചുറി സംഭവിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ ഇൻക്രീസ് ആവുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴുത്ത് വേദന. ആ വേദന ചിലപ്പോൾ തലയിലോട്ട് വ്യാപിക്കാം, കൈകളിലോട്ടേക്ക് ഇറങ്ങി വരാം, നടുവിൻ്റെ ഭാഗത്തേക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യും. കാരണം ആ നാഡികൾ പോകുന്ന വഴിയിലൂടെയൊക്കെ നമുക്ക് ഒരു പെയിൻ, കടച്ചിൽ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ കഴുത്ത് വേദനയുടെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഭാഗത്തുണ്ടാവുന്ന എന്തെങ്കിലും ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ഒരു കോസ് കാരണമാണ് അതുണ്ടാവുന്നത്. സെക്കൻഡ് തിങ്, നിങ്ങളിപ്പം ഇരിക്കുന്ന പോസ്റ്ററൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഒടിഞ്ഞു കുത്തി ഇരിക്കുന്നതിന് പകരം നിവർന്നിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ബെൻഡ് ചെയ്തിരിക്കുമ്പോൾ, ഓവറായിട്ട് ബെൻഡ് ചെയ്ത് നമ്മളിങ്ങനെ ഫോൺ നോക്കിയിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗത്ത് കൂടുതൽ പ്രഷർ വരികയും അത് പെയിൻ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ നിങ്ങളുടെ ശരീരം ഭാരം കൂടിയിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു കഴുത്ത് വേദനയുടെ ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് വരുമ്പോൾ, ലൈക്ക് വൈറ്റമിൻ ഡിയോ വൈറ്റമിൻ B12 കാൽഷ്യം, മെഗ്നീഷ്യം, ഇതൊക്കെ നമ്മുടെ എല്ലുകൾക്കും മസിൽസിനും ഒക്കെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിന് വേണ്ടത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസീസ് ശരീരത്തിൽ ഉണ്ടാകുമ്പോഴും ഈ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ തൈറോയ്ഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ ആയാലും സിവിയർ ആയിട്ടുള്ള നെക്ക് പെയിൻ ബുദ്ധിമുട്ടുകൾ കാണിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കിപ്പം എന്തെങ്കിലും സ്ട്രെസ്, ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് ഉള്ള ആളുകൾക്കൊക്കെ ആയാലും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസസുകൾ കൂടുതലാണ്. ദെൻ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് വന്നു പോയിട്ടുണ്ടെങ്കിൽ, പോസ്റ്റ് വൈറൽ ഇൻഫെക്ഷൻസിൻ്റെ ഭാഗമായിട്ട് ലൈക്ക് ഹെർപ്പിസ് സോസ്റ്ററോ, ഡെങ്കു, ചിക്കൻ ഗുനിയ, ഇങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നു പോയിട്ടുള്ള ഒരാളുടെ ശരീരമൊക്കെ ആണെങ്കിൽ അവർക്കും ഈ പറഞ്ഞിട്ടുള്ള ഒരു ലെസ് ഇമ്മ്യൂണിറ്റി കാരണം ഈ കഴുത്ത് വേദന കാണിക്കാവുന്നതാണ്. കഴുത്ത് വേദന എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി അതിന് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് അല്ലെങ്കിൽ സ്പോണ്ടൈലൈറ്റിസ് എന്ന് പറയും. ഐറ്റിസ് മീൻസ് സംതിങ് ഇൻഫ്ലമേഷൻസ് ആണ്. ആ കശേരുക്കൾക്ക് ഉണ്ടാവുന്ന, സ്പോണ്ടൈൽ മീൻസ് അതൊരു വെർട്ടിബ്രസ് അല്ലെങ്കിൽ കശേരുക്കളെ സൂചിപ്പിക്കുന്നു. സെർവൈക്കൽ മീൻസ് അതിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ എവിടെയാണോ അതുള്ളത് അതിനെയാണ് സെർവൈക്കൽ എന്ന് പറയുന്നത്. കഴുത്തിൻ്റെ ഭാഗം ആയതുകൊണ്ട് അതിൻ്റെ സെർവൈക്കൽ എന്ന് പറയുന്നു. അതേപോലെ ഐറ്റിസ് മീൻസ് എന്താണ്? ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ട്. അപ്പോൾ ആ കശേരുക്കൾക്ക് കടന്നു പോകുന്ന നാഡികൾക്കോ കശേരുക്കൾക്കോ നീർക്കെട്ട് വരുമ്പോഴാണ് നമ്മൾ അതിന് സെർവൈക്കൽ സ്പോണ്ടൈലൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നവർക്ക് തേയ്മാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുമ്പോഴാണ് ഇത് സിവിയർ ആയിട്ടും കാണിക്കുന്നത്. ലക്ഷണങ്ങൾ നോക്കുന്ന സമയത്ത് കഴുത്തിൻ്റെ ഭാഗത്ത് വേദന ഉണ്ടാവും. ആ വേദന ചിലർക്ക് കൈകളിലോട്ടേക്ക് ഇറങ്ങി വരാവുന്നതാണ്. ദെൻ അതിനോടൊപ്പം തന്നെ തലവേദന അനുഭവപ്പെടാം. തലയുടെ പിൻഭാഗത്തൊക്കെ ഒരു പെരിപ്പ്, മരവിപ്പ് പ്രശ്നങ്ങൾ കാണിക്കാവുന്നതാണ്. കൈകളിലോട്ടേക്കൊക്കെ ഇറങ്ങി വന്നിട്ട് കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ എഴുതാനുള്ള ബുദ്ധിമുട്ടുകൾ, ചിലർക്ക് എന്തെങ്കിലും വസ്തുക്കൾ പിടിക്കാനൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനോടൊപ്പം തന്നെ ആ ഒരു വേദന നട്ടലിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആ ഒരു സിംറ്റംസ് പ്രോമിനൻ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസും കൂടുതലാണ്. നമ്മുടെ ശരീരത്തിൽ ഈ എല്ല് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മസിൽസ് റിലേറ്റ് ചെയ്തിട്ടുള്ള വേദനകൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ വൺസ് അത് എഫക്റ്റഡ് ആണെങ്കിൽ, നമ്മൾ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അത് എഫക്റ്റഡ് ആണെങ്കിൽ നമ്മൾ അതിനൊരു റിവേഴ്സ് ചെയ്യാന്ന് പറയുന്നത് ഒരു 100% റിവേഴ്സിബിൾ
അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂറബിൾ എന്ന് പറയുന്നത് പോസിബിൾ അല്ല. നമുക്ക് അതിൻ്റെ സിംറ്റംസിനെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ചു കൊണ്ടുവരിക എന്നത് മാത്രമായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു ബെറ്റർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ യൂഷ്വലി നമ്മുടെ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ്സിൻ്റെ സൈഡൊക്കെ നോക്കുന്ന സമയത്ത് ആ ഒരു പേഷ്യൻസിനെ നമ്മൾ ഹോളായിട്ട് കൺസിഡർ ചെയ്യുന്നു. ആ പേഷ്യൻറ്റിൻ്റെ മാനസികമായിട്ടുള്ള നിലയും ശാരീരികമായിട്ടുള്ള നിലയും രണ്ടും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ചാണ് അതിൻ്റെ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ജോയിൻറ്റ് കംപ്ലയിൻസ് ഒക്കെ ആണെങ്കിൽ അവരുടെ മറ്റെന്തെങ്കിലും ഫീച്ചേഴ്സ് കാര്യങ്ങളോ നോക്കും, ലൈക്ക് യൂറിക് ആസിഡ് ഇഷ്യൂസോ RA ഫാക്ടറോ അങ്ങനെ എല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് പേഷ്യൻസിന് മെഡിസിൻസ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ജോയിൻറ്റ് കംപ്ലയിൻസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ മെഡിസിൻസ് കൊടുക്കും. അത് ചിലപ്പം അവർക്കൊരു റിലീഫ് ഫീൽ ചെയ്യാം. ഒരു കംപ്ലീറ്റ് ആയിട്ടും അവിടെ ഉണ്ടാവുന്ന ഡീജനറേഷൻസിനെ നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും അത് പോസിബിൾ അല്ല. കാരണം ഒരു ഏജ് ആയി തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രായമായി വരുന്ന സമയത്തൊക്കെ ആയാലും എല്ലാത്തിനെയും ഒരു വീക്ക്നെസ് അനുഭവപ്പെടും. നമ്മുടെ എല്ലുകൾക്കും പേശികൾക്കും ഒക്കെ അതിൻ്റെ ഒരു നോർമൽ ഫങ്ഷനിൽ നിന്നും അതിൻ്റെ ഒരു ലോ സ്റ്റേജിലോട്ട് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ ആ ഒരു ബുദ്ധിമുട്ടുകളെ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സിംറ്റംസിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ ഹോമിയോപ്പതി മെഡിസിൻസിനെ സഹായിക്കുന്നുണ്ട്. ബ്രയോണിയ, റെസ്ട്രോക്സ്, റൂട്ട, അങ്ങനത്തെ ഒത്തിരി മെഡിസിൻസ് ഈ പറഞ്ഞിട്ടുള്ള ജോയിൻറ്റ് കംപ്ലയിൻസിന് അവൈലബിൾ ആണ്. നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈഡും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടാണ് ആ ഒരു പേഷ്യൻസിൻ്റെ ക്യൂർ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ജോയിൻറ്റ് കംപ്ലയിൻസ് അല്ലെങ്കിൽ സന്ധിവാതം റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ആയാലും സിവിയർ ആയിട്ടുള്ള ജോയിൻറ്റ് പെയിൻസ് കാണിക്കും. ഓസ്റ്റോ ആർത്രൈറ്റിസ്, റുമാറ്റോഡ് ആർത്രൈറ്റിസ് കണ്ടീഷൻസ് ഉള്ള ആളുകൾക്കൊക്കെ ജോയിൻറ്റ് പെയിൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ശരീരഭാരം കൂടിയിട്ടുള്ള ആളുകൾക്കൊക്കെ ജോയിൻറ്റ് പെയിൻസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകും. യൂറിക് ആസിഡ് ഉള്ള ആളുകൾക്കൊക്കെ ചെറിയ ജോയിൻറ്റ്സ് അല്ലെങ്കിൽ ചെറിയ മസിൽ പെയിൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസുകൾ കൂടുതലാണ്. ആമവാദത്തിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ ആയാലും ചെറിയ ജോയിൻറ്റ്സിനാണ് അത് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേശികൾക്കും മസിൽസ്, അതേപോലെ നാഡികൾക്ക്, എല്ലുകൾക്ക്, കശേരുക്കൾക്ക് ഇതിൻ്റെയൊക്കെ ഗ്രോത്തും ഡെവലപ്മെൻറ്റ്സും അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷനിങ് കറക്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം അതിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ആഹാരങ്ങൾ കഴിക്കണം. മെയിനായിട്ടും ഒഴിവാക്കേണ്ടത് മധുര പലഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, എണ്ണ പലഹാരങ്ങളൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്ത് കൊണ്ടുവരിക. അതിനോടൊപ്പം തന്നെ ഈ കൂടുതൽ വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ ആയാലും ഹെവി വർക്കൗട്ടുകൾ ചെയ്യാതെ അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റ് ലിഫ്റ്റിംഗ് വർക്കൗട്ടുകൾ ചെയ്യാതെ മൈൽഡ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അത്യാവശ്യം നട്ട്സിൻ്റെയും സീഡ്സിൻ്റെയും കോമ്പിനേഷൻസ് ഡെയിലി കഴിക്കുക. മസിലിൻ്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക. അതിലേക്ക് സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾ കോമ്പിനേഷൻ, എസ്പെഷ്യലി ലീഫി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാവുന്നതാണ്. മീൻ, മുട്ട, പാല് കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. പക്ഷേ വാതരോഗങ്ങളിൽ എസ്പെഷ്യലി റുമാറ്റോയിഡ് കണ്ടീഷൻസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ മിൽക്ക് കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതേപോലെ യൂറിക് ആസിഡ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ മീൻ കഴിക്കുമ്പോൾ ചെറു മത്സ്യങ്ങൾ അധികം കഴിക്കാതിരിക്കുക. അതൊന്ന് കൺട്രോൾ ചെയ്യുക. അതായത് പ്രോട്ടീൻ്റെ ഇൻടേക്ക് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ആയാലും മൈൽഡ് ആയിട്ടുള്ള വ്യായാമത്തിൽ തുടങ്ങി കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള അങ്ങനെ ഒരു സ്റ്റേജ് ആയിട്ട് വർക്കൗട്ടുകൾ ചെയ്യാൻ ശ്രമിക്കുക. ഒടിഞ്ഞു കുത്തിയിരിക്കുന്നതിന് പകരം നമ്മൾ പോസ്ചർ എപ്പോഴും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു സ്പൈൻ ഇറക്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ. കിടക്കുന്ന സമയത്തായാലും കൂടുതൽ തലാണി ഒന്നും യൂസ് ചെയ്ത് അല്ലെങ്കിൽ പില്ലോ ഒന്നും യൂസ് ചെയ്യാതെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സർഫസിൽ തന്നെ കിടക്കാൻ ശ്രമിക്കുക. ദെൻ അതിനോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും നീർക്കെട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഹോട്ട് അപ്ലിക്കേഷൻസ് കൊടുക്കുക അല്ലെങ്കിൽ കോൾഡ് അപ്ലിക്കേഷൻസ് കൊടുക്കുക. ക്രോണിക് ആയിട്ടുള്ള കേസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഹോട്ട് അപ്ലിക്കേഷൻസ് കൊടുക്കാവുന്നതാണ്. ഒരു കോൾഡ് അപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തണുപ്പ് പിടിച്ചു കൊടുക്കുക എന്ന് പറയുമ്പം അല്ലെങ്കിൽ തണുത്ത ഐസ് പാക്സ് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ അക്യൂട്ട് ആയിട്ടുള്ള ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഒരു സ്പ്രെയിൻ കാരണം കൊണ്ടായിരിക്കും അവിടെ നീർക്കെട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു നീർക്കെട്ട് താൽക്കാലികമായിട്ട് കുറയ്ക്കാനാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഐസ് പാക്സ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രെസ്സ് സിവിയർ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ആയാലും ഈ കഴുത്ത് വേദനയുടെ പ്രശ്നങ്ങൾ പ്രോമിനൻ്റ് ആയിട്ട് കാണിക്കും. അപ്പം സ്ട്രെസ്സിനെ മാക്സിമം നമ്മൾ അതിനെ അട്രാക്ട് ചെയ്യുന്നതിനോ അതിനെ റിപ്പൽ ചെയ്യാനുള്ള ഒരു ഫാക്ടേഴ്സ് ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് വർക്കൗട്ടുകൾ ചെയ്യുക, മെഡിറ്റേഷൻസ് ചെയ്യുക, പാട്ട് പാടുക, അങ്ങനത്തെ എന്തെങ്കിലും ഒരു മൈൻഡ് റിലാക്സിങ് ടെക്നിക്സുകൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിലൂടെ തന്നെ നമുക്കൊരു വിധം നമ്മുടെ ജോയിൻറ്റ് കംപ്ലയിൻറ്റ്സ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. നന്നായിട്ട് വ്യായാമം ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഉറക്കം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വിധം ഈ ഒരു മസിൽ പെയിൻ, ജോയിൻറ്റ് പെയിൻസ് റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്